അദ്ദേഹം അത് അവതരിപ്പിച്ചത് നാടകത്തിലൂടെയാണ്. മാസ്റ്റർ ഓഫ് അനലോജിയാണ് അദ്ദേഹം. നിങ്ങൾ ദൈവത്തെ എന്തിനാണ് ഇത്ര കുറച്ച് കാണുന്നത്? വയലാർ അതിന്റെ മാനത്തെ വീണ്ടും ഉയർത്തുകയാണ്. സയൻസ് ഈസ് ഓൾ അബൌട്ട് ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് ആൻഡ് വണ്ടർഫുൾ ലിവിങ്. കൂവലിന്റെ സയൻസ് എപ്പിസോഡിന്റെ 2ാം ഭാഗം സ്വാഗതം. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ നിർത്തിയത് ഫാദർ ഓഫ് മോഡേൺ സയൻസ് സാക്ഷാൽ ഗലീലിയോനെ കുറിച്ച് പറഞ്ഞാണ്. No one has seen them before, and they are there. Made in his own image, indestructible. Man misreads the stars, might he not misread the Bible? There is no framework in heaven, there is no support. You must learn to think precisely. ഗലീലിയോ നമുക്കെല്ലാവർക്കും അറിയാം. 16ാം നൂറ്റാണ്ട് 17ാം നൂറ്റാണ്ട് ഈ സമയത്താണ് ഗലീലിയോ ഇറ്റലിയിലാണ് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ സമയവും ആകാശത്തായിരുന്നു. അദ്ദേഹം നിരീക്ഷിക്കുകയായിരുന്നു. ഗോളങ്ങളെയെല്ലാം താൻ ഉണ്ടാക്കിയ ടെലിസ്കോപ്പ് വഴി അദ്ദേഹം കാണുകയായിരുന്നു, പ്രപഞ്ചത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അതുവരെ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന ഒരു മതാധിഷ്ഠിത സമൂഹത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. നമ്മളെ സമൂഹത്തെ മുഴുവൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗലീലിയോ തൻ്റെ സയൻസ് സാഗ നടത്തുന്നത്. അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാക്കി, അല്ല, നമ്മൾ ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ഈ മതപുസ്തകത്തിൽ പറയുന്നത് പോലെ ഉണ്ടാക്കി എടുക്കപ്പെട്ടതല്ല പ്രപഞ്ചമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലാവുന്നു. അദ്ദേഹം അത് ഓപ്പണായിട്ട് പറയുന്നതോടുകൂടി അദ്ദേഹത്തിനെതിരെ പല അന്നത്തെ അതോറിറ്റികളെല്ലാം അധികാരസ്ഥാനത്തുള്ള, പ്രത്യേകിച്ച് മതത്തിൻ്റെ അധികാരസ്ഥാനത്തുള്ളവരെല്ലാം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് താൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് മാത്തമാറ്റിക്സിൻ്റെ ഭാഷയല്ല. അദ്ദേഹം അത് അവതരിപ്പിച്ചത് നാടകത്തിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ദ ഡയലോഗ് കൺസേണിങ് 2 ചീഫ് വേൾഡ് സിസ്റ്റംസ്. ഇത് ഗലീലിയോയുടെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. അതുവഴിയാണ് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ സമൂഹത്തോട് ഡിബേറ്റ് ചെയ്തിരുന്നത്. നമ്മളിന്ന് ആദ്യം പറയാൻ പോകുന്നത് ആ പുസ്തകത്തെക്കുറിച്ചാണ്. ആ പുസ്തകത്തിലെ ചില രീതികളെക്കുറിച്ചാണ്, ഗലീലിയോൻ്റെ സയൻസ് കമ്മ്യൂണിക്കേഷൻ രീതികളെക്കുറിച്ചാണ്. ഞാൻ ചുരുക്കത്തിലാണ് ഇതെല്ലാം പറയാൻ പോകുന്നത്. ആ പുസ്തകം അദ്ദേഹം എഴുതാനുള്ള സാഹചര്യം നമുക്കറിയാം. കാരണം ഒന്ന്, സയൻസും മാത്തമാറ്റിക്സും എല്ലാം വളരെ ബാലിശ്യമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് മാത്തമാറ്റിക്സ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് നേച്ചർ എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ആ മാത്തമാറ്റിക്സ് അല്ല അദ്ദേഹം ആൾക്കാരോട് പറയാൻ വേണ്ടി ഉപയോഗിച്ച ഭാഷ, മറിച്ച് ഡയലോഗിൻ്റെയും ഒരു നാടകത്തിൻ്റെയും ഫോർമാറ്റാണ്. അത് അദ്ദേഹം എഴുതിയ പുസ്തകം അതിൽ ഒരു നാടക രൂപത്തിലാണ്. ഡയലോഗ് എന്ന് ഇതിൽ ഉണ്ടെങ്കിലും അതൊരു പ്ലേ ആണ്. അതിൽ 3 കഥാപാത്രങ്ങളുണ്ട്. ആ 3 കഥാപാത്രങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമായിട്ടാണ് ഈ സയൻസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതിൽ ഒരു കഥാപാത്രം പുതിയ വേൾഡ് ഡയലോഗ് ബിറ്റ്വീൻ 2 ചീഫ് വേൾഡ് സിസ്റ്റംസ് ആണ്. 2 ലോകക്രമങ്ങളെക്കുറിച്ചുള്ള ഒരു ഡയലോഗാണ്, സംഭാഷണമാണ്. ഡിബേറ്റ് എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, കാരണം ഹോസ്റ്റൽ ആവണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. സംഭാഷണം വളരെ നല്ല രീതിയിൽ നടക്കുന്ന സംഭാഷണ രീതിയിലാണ്. അപ്പം 3 കഥാപാത്രങ്ങളുണ്ട്. ഒരു കഥാപാത്രം ഗലീലിയോ തന്നെയാണ്. മറ്റൊന്ന് പഴയ ലോകക്രമമാണ്, ഭൂമി കേന്ദ്രീകരിച്ചിട്ടുള്ള ലോകക്രമമാണ് എന്ന് വാദിക്കുന്ന ഒരു കഥാപാത്രം. മൂന്നാമത്തെ ഒരാൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പൊതുസമൂഹത്തിന് പ്രതിനിധിയായിട്ടുള്ള ഒരു കഥാപാത്രം. ഇങ്ങനെ 3 കഥാപാത്രങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം എന്ന രീതിയിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ആ സംഭാഷണം എന്ന രീതിയിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു സോക്രേറ്റിയൻ മെത്തേഡാണ്. സോക്രട്ടീസിൻ്റെ ഒരു രീതിയാണ്. അതായത് സോക്രട്ടീസ് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഗ്രീക്ക് ടീച്ചറായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരിക്കലും താൻ പറയുന്ന ടീച്ചിങ് തൻ്റെ ശിഷ്യന്മാരെ അത് പഠിപ്പിക്കുക, ഇത് ശ്രദ്ധിക്കൂ, പഠിക്കുക, അങ്ങനെയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രീതി. അദ്ദേഹം ഡയലോഗാണ്, സംഭാഷണം. ആൾക്കാരോട് എല്ലാത്തിനും സംശയങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സംശയങ്ങൾ ചോദിക്കുകയാണ്, അതിനുള്ള മറുപടി സ്വയം കണ്ടെത്തുകയാണ് അവർ സംഭാഷണത്തിലൂടെ. അതാണ് സോക്രട്ടിയൻ മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ആ രീതി തന്നെയാണ് ഗലീലിയോ ഈ സംഭാഷണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സംഭാഷണത്തിലൂടെ അദ്ദേഹം ഒരാൾ തന്നെ സ്വയം കൺവിൻസ്ഡ് ആവുന്നു എന്താണ് ശരി എന്നുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആദ്യത്തെ സവിശേഷത. ഈ പ്ലേ നടക്കുന്നത് 4 എപ്പിസോഡുകളായിട്ടാണ്. നമുക്ക് 4 രംഗങ്ങളായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. 4 ദിവസങ്ങളുണ്ട് ഈ പ്ലേയിൽ.
അപ്പോൾ പല കാര്യങ്ങളാണ് ഗലീലിയോ അതിൽ കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ഡാറ്റ വെച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒബ്സർവേഷൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡാറ്റയുണ്ട്. അദ്ദേഹം ദൈവങ്ങളുള്ള ആ ലോകം, ആകാശം, അതിൻ്റെ കൃത്യമായ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അന്ന് വിശ്വസിച്ചിരുന്നത് ആ ലോകം വളരെ പെർഫെക്റ്റും, ഒരു പ്ലാറ്റോണിയൻ കൺസെപ്റ്റാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മുകളിലത്തെ ലോകവും ഭൂമി എന്ന് പറയുന്ന അത്ര ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോകവും എന്ന രീതിയിലാണ് അന്നുണ്ടായ വിശ്വാസം. പക്ഷേ അദ്ദേഹം ഡാറ്റ വെച്ച് പറയുന്നത് നോ, ചന്ദ്രനിലും എല്ലാത്തിലും ഈ ഇംപെർഫെക്ഷൻ, ഭൂമിയിലുള്ള അതേ ഇംപെർഫെക്ഷൻ ഉള്ള ലോകമാണ് അവിടെയുള്ളത്. ആ ഇംപെർഫെക്ഷൻ ഉള്ള അവിടെയുള്ള ലോകവും ഇവിടെയുള്ള നമ്മുടെ ഈ ഗോളങ്ങളും എല്ലാം ഒരുപോലെ തന്നെയുള്ള ഒരു ഇതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാദം. അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ബേസ്ഡ് ഡാറ്റയാണ്. അപ്പോൾ ആദ്യത്തെ ആപ്റ്റിറ്റ്യൂഡ് അവിടെയാണ് വരുന്നത്. The moon can't be an earth with mountains and valleys any more than the earth can be a star. The moon can be an earth with mountains and valleys, just as the earth can be a star, one among thousands. Look at it once more. Is the dark part of the moon completely dark? No. There's a kind of weak, ashy grey light. And what light might that be? It's from the earth. Nonsense, it can't be. How can the earth give off light with its mountains, forests and seas? It's a cold body. The earth gives off light as the moon gives off light, by reflection from the light of the sun. How the moon looks to us, we look to the moon. So the moon and the earth are the same. It would seem so. പിന്നീട് രണ്ടാം ദിവസം ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ ചലനത്തെക്കുറിച്ചാണ്, റൊട്ടേറ്ററി മോഷനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം അവിടെ വിഷയമാക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു നല്ല ടീച്ചർ, എഡ്യൂക്കേറ്ററിന് വേണ്ട ക്രാഫ്റ്റ്, മാസ്റ്റർ ഓഫ് അനലോജിയാണ് അദ്ദേഹം അനലോജി വെച്ചിട്ടാണ് എല്ലാം സംസാരിക്കുന്നത്. ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളുടെ അനലോജി ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ മാതൃകകൾ ഉപയോഗിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അനലോജി വെച്ചാണ് അദ്ദേഹം ഈ റൊട്ടേറ്ററി മോഷനൊക്കെ അവതരിപ്പിക്കുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ മാസ്റ്റർ ഓഫ് അനലോജിയാണ് ഗലീലിയോ. നമുക്ക് നമ്മുടെ കുട്ടികളെ സയൻസ് പഠിപ്പിക്കുമ്പോഴും എല്ലാം ഏത് വിഷയം പഠിപ്പിക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനാണ് ഈ അനലോജി. ഫെയ്ൻമാൻ്റെ ലേണിംഗ് ടെക്നിക് എന്ന് പറയുന്ന പോലെ നമുക്കൊരു കുട്ടിക്ക് മനസ്സിലാവുന്ന, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന അനലോജി വെച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ സയൻറ്റിഫിക് തിയറി പോലും നമുക്ക് പറയാൻ പറ്റണം എന്നുള്ളതാണ്. അത് ഗലീലിയോ അതിൻ്റെ മാസ്റ്ററാണ്. അതാണ് ഗലീലിയോ രണ്ടാം ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഡയലോഗിൽ നമുക്ക് തെളിഞ്ഞു കാണുന്നത്. This is the earth and this is you standing on it. And now the earth turns. And I'm upside down. No! Look hard. Where's your head? There, down under. What? Now isn't it precisely where it was before? With your feet still on the ground. So why don't I feel it turning? Oh, because you're turning with it. You and the air and everything that's on the earth. So why does it look as if the sun is moving? Oh, because the earth is always underneath you, and for you, it doesn't move. But look above you. Now, the sky's above your head. But if I turn it upside down, what's above your head now? The floor. And where's the sky? Underneath. Aha! That's brilliant! That'll really piss her off! അവിടെയാണ് അദ്ദേഹം ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. കാരണം ഭൂമി തിരിയുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാം തെറിച്ചു പോകണ്ടേ എന്നുള്ള ചോദ്യത്തിന് ആണ് അദ്ദേഹം റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുന്ന ആ രണ്ടാം ദിവസത്തെ ഡയലോഗിലാണ്. മൂന്നാം ദിവസത്തെ അതിമനോഹരമായ നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു ഡയലോഗ് രീതിയാണ്. കാരണം അവിടെ വിഷയമാക്കുന്നത് തിയോളജിയും കുറിച്ചുള്ള ഒരു ഡിബേറ്റാണ്. കാരണം മത അധിഷ്ഠിതമായൊരു സമൂഹമാണ്. അപ്പോൾ അവിടെ ചോദിക്കുന്നത്, ഇങ്ങനെ യൂണിവേഴ്സ്, പ്രപഞ്ചം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു യൂണിവേഴ്സ് ആണെങ്കിൽ, അനന്തമായി കിടക്കുന്ന ഒരു പ്രപഞ്ചമാണെങ്കിൽ ദൈവം എന്തിനങ്ങനെ ഉണ്ടാക്കി? അപ്പോൾ ദൈവത്തെ ആരും നിഷേധിക്കുന്നില്ല. ആ കാലത്ത് നിഷേധിക്കാൻ പറ്റുകയുമില്ല. എന്തുകൊണ്ട് അത്തരമൊരു വളരെ വിപുലമായൊരു യൂണിവേഴ്സ് എന്നുള്ളതിൽ ദൈവത്തിന് അതൊരു സാധിക്കില്ല.
അല്ലെങ്കിൽ ഭൂമി കേന്ദ്രീകൃതമായിട്ട് തന്നെ ദൈവത്തിന് സാധിക്കുന്നുള്ള വാർത്ത അദ്ദേഹത്തിന് ഖണ്ഡിക്കുന്നത് ഇമ്മിണി വലിയ ഒന്ന്, ബഷീർ പറയുന്ന ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ദൈവത്തെ എന്തിനാണ് ഇത്ര കുറച്ച് കാണുന്നത്? ദൈവത്തിന് ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ പോലും ഉണ്ടാക്കാൻ ശേഷിയുള്ള ആളാണ് ദൈവം എന്നാണ് പറയുന്നത്. അല്ല, ദൈവത്തെ ഖണ്ഡിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അത് വളരെ തന്മയത്തോടു കൂടി അദ്ദേഹം ആവിഷ്കരിക്കുന്ന ഒരു ഡയലോഗ് രീതിയാണ്. 4ാമത്തെ ദിവസത്തെ ഇതിലാണ് അദ്ദേഹത്തിന്റെ റാഷണൽ തിങ്കിങ് വരുന്നത്. അതായത് അവിടെ അദ്ദേഹം പറയുന്ന പല തിയറികളും തെറ്റിപ്പോകുന്നുണ്ട്. പിന്നീട് അത് തെറ്റാണെന്ന് തെളിഞ്ഞു. ഉദാഹരണം, എന്തുകൊണ്ടാണ് നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ സർഫസിൽ നമ്മളിങ്ങനെ വീണു പോകാതെ നിൽക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത് അന്ന് മാഗ്നറ്റിസത്തെ കുറിച്ചുള്ള ധാരണകൾക്കുള്ള ഒരു കാലമാണ്. അദ്ദേഹം പറയുന്നത് ഭൂമി കാന്തം മാഗ്നറ്റിക് ആയിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, വിച്ച് ഈസ് റോങ്. നമുക്കിന്നറിയാം അത് ഗ്രാവിറ്റി കാരണമാണെന്ന്. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിന് അതിനുള്ളൊരു റാഷണൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ, അന്നത്തുള്ള സയൻസ് വെച്ചുള്ള എക്സ്പ്ലനേഷനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പിന്നീട് സയൻസ് ലോകം മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഗലീലിയോന്റെ ഈ നോൺ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഈ ഡയലോഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഡയലക്റ്റിക്കലായിട്ടുള്ള ഒരു അനലോജിയും ഒബ്സർവേഷൻ, ഡാറ്റാബേസ് ഒബ്സർവേഷനും ഡയലോഗിനെ മുൻനിർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സയൻസ് കമ്മ്യൂണിക്കേഷൻ രീതിയാണ് ഇന്ന് ലോകത്ത് പിന്നീടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശാസ്ത്രത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന അദ്ദേഹം തുടങ്ങി വെച്ച ആ രീതിയാണ്. അപ്പോൾ ആ പുസ്തകം പറ്റുമെങ്കിൽ അതൊരു സയൻറ്റിഫിക് പേപ്പർ എന്ന രീതിയിലൊന്നും, റിസർച്ച് പേപ്പറായിട്ടോ അല്ലെങ്കിൽ സയൻറ്റിഫിക് പേപ്പറായിട്ടൊന്നും അല്ല അതിനെ വായിക്കേണ്ടത്. ഒരു നാടകം എന്ന രീതിയിൽ തന്നെ കാണാവുന്നതാണ്. ഈ നാടക സമ്പ്രദായം എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇന്നിപ്പോൾ സ്കൂളുകളിലെല്ലാം എന്തുകൊണ്ട് ഇത്തരം ഒരു ഗലീലിയോ അന്ന് ഉപയോഗിച്ച ഈ രീതികളൊക്കെ നമുക്ക് ഇന്നത്തെ സയൻസ് പഠനത്തെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു നാടക സമ്പ്രദായം അതൊന്നും പക്ഷെ അങ്ങനെ ഉപയോഗിച്ചായിട്ട് കാണുന്നില്ല. അത് ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ്. കുട്ടികൾക്ക് മാത്തമാറ്റിക്സിലൂടെയും ഇക്വേഷനിലൂടെ മാത്രമേ സയൻസ് പഠിപ്പിക്കേണ്ടതുള്ളൂ എന്നില്ല. ഇനി എനിക്ക് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഈ സയൻസ് പഠിക്കുന്നതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് അത് ഒരു സയൻറ്റിസ്റ്റ് ആവാനോ ഒരു സയൻസിൻ്റെ ഒരു കരിയറുള്ള ആൾക്ക് വേണ്ടി മാത്രമല്ല. നമ്മൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും, നമ്മൾ വക്കീലാണെങ്കിലും, നമ്മളൊരു കുടുംബസ്ഥനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു കവിയാണെങ്കിലും, ഒരുപാട് എല്ലായിടത്തും നമുക്ക് വേണ്ടതാണ് ഈ സയൻറ്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാക്ഷാൽ വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം. പാട്ട് കേൾക്കുക. സുപ്രഭാതം 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 സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങൾ. ഇത് പണിതീരാത്ത വീട് എന്ന സിനിമയിലെ പാട്ടാണ്. അത് പാറപ്പുറത്തിൻ്റെ നോവലാണ്. അപ്പം ഇതിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത് പ്യുവർ സയൻസ് ആണ്. അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, 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 പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുറമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ. അഞ്ജനക്കല്ലുകൾ മിനുക്കിയെടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത പ്രപഞ്ച മന്ദിരമേ, നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ഇതാണ് വരികൾ. ഇത് പറയുന്നത് നമ്മുടെ എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ കുറിച്ചാണ്.
പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്ത പ്രപഞ്ചമന്ദിരമേ എന്ന് വയലാർ പറയുന്നത് ഈ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നുള്ള കൺസെപ്റ്റാണ്. അത് വയലാർ ഇവിടെ പറയാൻ വേറെ കാരണമുണ്ട്, വെറുതെ പറയുകയല്ല. കാരണം പണിതീരാത്ത വീട് എന്നുള്ള പാറപ്പുറത്തിൻ്റെ നോവല് സത്യത്തിൽ അതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ജോലിക്കായി മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനും അനിയത്തിയും മാത്രമുള്ള വീട്. അദ്ദേഹം ജോലിക്ക് വരുന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു വീട് പണിയുക എന്നുള്ള ഒരു കുടുംബക്കാർക്ക് വേണ്ടി ഒരു വീട് പണി എന്നുള്ള ചെറിയ മോഹമായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ വീട് പണി ലക്ഷ്യമാക്കി ജോലിക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം പക്ഷേ താൻ വരുന്ന ജോലി സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അവിടെ കാണുന്ന പല പ്രശ്നങ്ങൾ, ആ സമൂഹത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ചില സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അനിയത്തെ പോലെ കരുതുന്ന ഒരു കുട്ടി, അദ്ദേഹത്തിന് ഒരു സ്ത്രീയോട് ഉണ്ടാകുന്ന ഒരു പ്രണയം, പക്ഷെ അവർക്ക് അദ്ദേഹത്തിലൂടെ തിരിച്ച് പ്രണയിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ബന്ധങ്ങളൊന്നും തീരുന്നില്ല. ബന്ധങ്ങൾ വിളക്കിച്ചേർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ബന്ധങ്ങളൊന്നും വിളക്കിച്ചേർക്കാനാകുന്നില്ല. അപ്പോൾ പാറപ്പുറത്ത് ആ നോവൽ തന്നെ പറയുന്നത് പണി തീരാത്ത വീട് എന്ന് ഉദ്ദേശിക്കുന്ന അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കുള്ള വീട് മാത്രമല്ല, ബന്ധങ്ങൾ എന്നുള്ള ആ പണി, ആ വീട്, ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ വീട് അതുപോലും പണി തീരുന്നില്ല എന്നുള്ളതാണ് പാറപ്പുറത്ത് ആ നോവലോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആ നോവലിൻ്റെ ഇതിവൃത്തം വയലാറിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ വയലാർ അതിൻ്റെ മാനത്തെ വീണ്ടും ഉയർത്തുകയാണ്. അതായത് വയലാർ ആ പണി തീരാത്ത വീട്, ബന്ധങ്ങളാകുന്ന വീട് അവിടെ നിന്ന് മാറ്റി പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, ഇത് തന്നെയല്ലേ പ്രപഞ്ചത്തിൻ്റെയും അവസ്ഥ എന്ന രീതിയിലേക്ക് വയലാർ ആ സമയത്ത് ആ സയൻറ്റിഫിക് തോട്ട് ആ പാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് വയലാറിൻ്റെ സയൻറ്റിഫിക് മൈൻഡ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റായിട്ട് ഒരു മാത്തമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന് ആ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ്, ടെമ്പറിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മനോഹരമായൊരു കവിതയാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്ക് സയൻസ് ആപ്റ്റിറ്റ്യൂഡ് വേണമെന്ന് അർത്ഥം. ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റാൻസയും അതിമനോഹരമായ സ്റ്റാൻസയാണ്. അവിടെ ഇതേ കൺസെപ്റ്റാണ് പറയുന്നത്. 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ, സരോവരമേ, സരോവരമേ, വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ, നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ. മാത്രമല്ല, നിന്റെ നാലുകെട്ടിൻ്റെ പഠിപ്പിന് പറ്റുന്നത് ഞാൻ എൻ്റെ പടി കൂടി പണിയിച്ചോട്ടെ എന്ന് പറയുന്നതിൽ സത്യത്തിൽ ഒരു സ്പേസ് ടൈം കർവിൽ ഒരു പിണ്ണം കൂടെ വരുന്നതിനെ കുറിച്ചും കൂടെ ഒരു രീതിയിൽ പോലും കാണാവുന്നതാണ്. വയലാർ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്നറിയില്ല. കാരണം പല മാസം വന്ന് വീഴുന്ന ഒരു സ്പേസ് ടൈമിൽ എൻ്റെ ഒരു മാസം കൂടെ, എൻ്റെ ഒരു പിണ്ടവും കൂടെ വന്ന് ഞാൻ പണിയിച്ചോട്ടെ, അതിൻ്റെ ഒരു എഫക്റ്റും കൂടെ ആ സ്പേസ് ടൈം കർവിൽ ഉണ്ടാവുമല്ലോ. അതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആലങ്കാരികമായി പറഞ്ഞതായിരിക്കാം. അപ്പോൾ അതിമനോഹരമായ കവിതകൾ രചിക്കുവാനും സയൻസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ വേറൊരു തലത്തിലേക്ക് നമ്മുടെ ആർട്ടിനെ ഉയർത്തും എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ്. സയൻസിൻ്റെ ലോകം അന്വേഷണത്തിൻ്റെ ലോകമാണ്, ക്യൂരിയോസിറ്റിയുടെ ലോകമാണ്. അതിനേക്കാൾ എല്ലാത്തിനും ഉപരി ഹ്യൂമിലിറ്റിയുടെ ലോകമാണ്. സയൻസ് അറിയും തോറും നമ്മൾ കൂടുതൽ ഹംബിൾ ആവുകയാണ് ചെയ്യുന്നത്. അത് ആ സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാതെ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു കാലം കഴിയുമ്പോൾ അവർ സ്പിരിച്വലായി മാറുന്നതിൻ്റെ ഒരു റീസൺ അവരുടെ സയൻറ്റിഫിക് ടെമ്പർ, ആ ഹ്യൂമിലിറ്റിയെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സയൻസിൻ്റെ അറിവില്ലായ്മയെ അംഗീകരിക്കാനില്ല, സയൻസിൻ്റെ ഹ്യൂമിലിറ്റി സ്വയം ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ആൾ ഉൾക്കൊണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന് എല്ലാ കാലത്തും ആ സയൻറ്റിഫിക് അന്വേഷണത്തിൻ്റെ മനസ്സ് കാത്തുരക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില സമയത്തൊക്കെ അദ്ദേഹം സയൻസ് വേറെയും ഒരു സ്പിരിച്വൽ യാത്ര വേറെയും എന്ന രീതിയിൽ ആ ഹ്യൂമിലിറ്റി ഇല്ലാത്തവർക്ക് പോകേണ്ടി വരും. അപ്പോൾ സയൻസ് ഈസ് ഓൾ അബൌട്ട് ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് ആൻഡ് വണ്ടർഫുൾ ലിവിങ്. What's the night like?